blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഇതുവരെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്ത നൂറുകണക്കിന് സ്പോൺസേഴ്സിനോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ സ്പോൺസേഴ്സിനായി പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ അവരോടുള്ള നന്ദി പ്രത്യേകിച്ച് അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. മാവേലിക്കരയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. തനിക്കും തൻ്റെ ഭർത്താവിനും ആരോഗ്യവും സകല രോഗങ്ങളിൽ നിന്നുള്ള സൗഖ്യവും അങ്ങ് നൽകണമേ. സഹോദരിയുടെ കുട്ടികൾക്കായി പ്രാർത്ഥിക്കുന്നു. അവർക്ക് കർത്താവെ ഏറ്റവും യോജിച്ച ജീവിത പങ്കാളികളെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭർത്താവിൻ്റെ സഹോദരൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവളുടെ വിവാഹം കർത്താവെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇളയ സഹോദരിയുടെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. MD എക്സാമിൽ നല്ലൊരു പെർസെൻറ്റേജ് മാർക്ക് ലഭിക്കേണ്ടതിന് കർത്താവെ അവളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ മുഴുവൻ ഞങ്ങൾ ഈ സമയത്ത് അനുഗ്രഹിച്ചിരിക്കുന്നു. അടുത്ത ഒരു സ്പോൺസർക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. USA കൊളംബസിലെ ഒഹായോയിൽ നിന്നുള്ള ജിതേഷ് ഉത്തമന് വേണ്ടി കർത്താവെ തനിക്ക് ഒരു പുതിയ ജോലി നൽകിയതിന് തന്നോട് ചേർന്ന് അങ്ങയ്ക്ക് നന്ദി പറയുന്നു. തൻ്റെ പ്രോജക്ട്സ് ഏറ്റവും സമാധാനപരമായി പൂർത്തിയാക്കുവാൻ അങ്ങ് സഹായിക്കണമേ. തൻ്റെ ജീവിതത്തിൽ തനിക്ക് വളരെ യോജിച്ച ഒരു ജീവിത പങ്കാളിയെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ആരോഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ മുഴുവൻ ആരോഗ്യം കൊണ്ടും സമാധാനം നിറഞ്ഞ ജീവിതം കൊണ്ടും അങ്ങ് അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയും. അങ്ങയുടെ നാമത്തിൽ ഇന്നത്തെ 2 സ്പോൺസേഴ്സിനെ അവരുടെ കുടുംബങ്ങളെയും ഞങ്ങൾ ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. Give you some scriptures. ഞാൻ ചില വേദഭാഗങ്ങൾ നിങ്ങൾക്ക് നൽകുകയാണ്. Psalm 127. സങ്കീർത്തനങ്ങൾ 127 verses 1 and 2. അതിന്റെ 1-2 വചനങ്ങൾ. Very, very, very important verses. വളരെ വളരെ പ്രാധാന്യമുള്ള വചനങ്ങൾ. This gives us some principles of life. അത് ജീവിതത്തിന്റെ ചില തത്വങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. It says, unless the Lord builds the house, the builders labor in vain. യഹോവ ഭവനം പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ അധ്വാനിക്കുന്നത് വ്യർത്ഥം. Hello. Unless the Lord builds the house, the builders labor in vain. യഹോവ ഭവനം പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ അധ്വാനിക്കുന്നത് വ്യർത്ഥം. Unless the Lord watches over the city, the guards stand watch in vain. യഹോവ നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. In vain you rise early and stay up late, toiling for food to eat, for he grants sleep to those he loves. നിങ്ങൾ ഉപജീവനത്തിനു വേണ്ടി അധ്വാനിക്കുവാൻ നേരത്തെ ഉണരുകയും താമസിച്ച് ഉറങ്ങുന്നതും വ്യർത്ഥമാണ്. താൻ സ്നേഹിക്കുന്നവനാകട്ടെ യഹോവ ഉറക്കം നൽകുന്നു. But some other translations say, for when they sleep he provides for. ചില പരിഭാഷകൾ പറഞ്ഞ അവർ ഉറങ്ങുന്ന സമയത്ത് അവൻ അത് അവർക്ക് നൽകുന്നു. Hallelujah. Hallelujah. Meaning some people rise up early in the morning, they do a lot of work, but at the month end they don't have enough things. ചില ആളുകൾ അതിരാവിലെ എഴുന്നേൽക്കും, രാവിലെ മുതൽ അവർ അധ്വാനിക്കും, കഷ്ടപ്പെടും, പക്ഷെ മാസാവസാനം അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടാവത്തില്ല. But there is a secret. പക്ഷെ രഹസ്യമുണ്ട്. If you believe in the Lord, നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുമെങ്കിൽ, if you trust in him, കർത്താവിൽ ആശ്രയിക്കുമെങ്കിൽ,
The Bible says he will provide you for everything when you sleep. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് അവൻ നിങ്ങൾക്ക് വേണ്ടി സകലവും കരുതും. Hallelujah. ഹല്ലേലൂയ. This means it is not because of our hard work and toiling and moiling that we are blessed. It is because of his blessing, his favor, that we have abundance. അതിന്റെ അർത്ഥം ഇതാണ്, നമ്മൾ ഒത്തിരി കഠിനാധ്വാനം ചെയ്യുന്നതിലോ കഷ്ടപ്പെടുന്നതിലോ അല്ല ദൈവത്തിന്റെ അനുഗ്രഹം ഇരിക്കുന്നത്. ആ ദൈവിക അനുഗ്രഹം നമ്മളിൽ വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥമായി അനുഗ്രഹിക്കപ്പെടുന്നത്. Hallelujah. ഹല്ലേലൂയ. So if we find the rest and relax in the presence of the Lord, he will shower blessings for us. ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്രമിക്കുവാനും സ്വസ്ഥമായിരിക്കുവാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ മഴ പോലെ നമ്മളിൽ പെയ്യുവാനിടയാകും. I'm not saying that you should not work and just simply sleep. നിങ്ങൾ ആരും അധ്വാനിക്കാതെ വെറുതെ ഇരുന്ന് ഉറങ്ങാനല്ല ഞാൻ പറയുന്നത്. Our trust should be on the Lord. നമ്മുടെ ആശ്രയം അത് കർത്താവിലായിരിക്കണം. Psalm 84 verse number 3 and 4. സങ്കീർത്തനങ്ങൾ 84 അതിന്റെ 3-4 വചനങ്ങൾ. Even the sparrow has found a home, and the swallow a nest for herself, where she may have her young. A place near your altar, Lord Almighty, my King and my God. കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവും എന്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, അവിടുത്തെ യാഗപീഠങ്ങൾ തന്നെ. Blessed are those who dwell in your house. They are ever praising you. അവിടുത്തെ ആലയത്തിൽ വസിക്കുന്നവർ അനുഗ്രഹീതർ, അവർ അങ്ങയെ നിരന്തരം സ്തുതിച്ചുകൊണ്ടിരിക്കും. That means even a sparrow, a small bird, it has found resting place, dwelling place in the presence of the Lord. ഇവിടെ പറയുന്നു ഒരു ചെറിയ കുരുവി, ആ കുരുവി പോലും ദൈവത്തിന്റെ സന്നിധിയിൽ അവളുടെ വിശ്രമം കണ്ടെത്തിയിരിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. So when you know this secret, and when you find enjoyment in the presence of the Lord, the rest of the things he will do for us. നിങ്ങൾ ഈ രഹസ്യം മനസ്സിലാക്കി നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളുടെ സന്തോഷം പ്രമോദം കണ്ടെത്തിയാൽ ബാക്കി കാര്യങ്ങൾ ദൈവം തന്നെ ചെയ്തോളും. Hallelujah. ഹല്ലേലൂയ. Psalm 46 verse number 10. സങ്കീർത്തനങ്ങൾ 46 10-ാമത്തെ വചനം. He says, be still and know that I am God. I will be exalted among the nations. I will be exalted in the earth. സ്വസ്ഥരായിരിക്കുവിൻ, ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ ജാതികൾക്കിടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. It does not say shout and know that I am God. ഈ വാക്യം ഒരിക്കലും ഉറക്കെ അലറിക്കൊണ്ട് ഞാൻ ദൈവമാണെന്ന് അറിയുമെന്നല്ല. But God says, be still. ദൈവം പറയുന്നു സ്വസ്ഥരായിരിപ്പിൻ. Some of the translations say മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ചില പരിഭാഷയിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ് മിണ്ടി പോകരുത്, ദൈവത്തെ അറിയാം. Hallelujah. Hallelujah. Praise God. Sometimes we shout, we scream, we weep, we do a lot of things. We will not know God. പലപ്പോഴും നമ്മൾ വളരെ അസ്വസ്ഥരായിക്കൊണ്ട് കരയുകയും അലറുകയും ഉറക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യും. പക്ഷേ നമ്മൾ കർത്താവിനെ അറിയണമെന്നില്ല അവിടെ. Hallelujah. Hallelujah. We make our own earthquakes. നമ്മൾ തന്നെ ഒരു ഭൂകമ്പം സൃഷ്ടിക്കും. But be still, be silent, be peaceful. God will show up. സ്വസ്ഥരായിരിക്കുക, നിങ്ങൾ ഒത്തിരി അലറേണ്ട ആവശ്യമില്ല, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. Hallelujah. Hallelujah. And now are you ready for the next verse? അടുത്ത വാക്യം കേൾക്കണമോ? Are you ready? റെഡിയാണോ? Philippians chapter 4. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 6 and 7. 6-7 വചനങ്ങൾ. These verses are really great medicine for our souls. ഈ തുടർന്നുള്ള ദൈവത്തിന്റെ വചനങ്ങൾ നമ്മുടെ ആത്മാവിന് വേണ്ട, നമ്മുടെ പ്രാണന് വേണ്ട ഒരു മരുന്നാണ്. Verse number 6 says, do not be anxious about anything, but in every situation by prayer and petition with thanksgiving present your request to God. 6-ാമത്തെ വചനം, ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തിന് സമർപ്പിക്കുകയത്രേ വേണ്ടത്. Hallelujah. Hallelujah. This is a secret of a peaceful life. ഇതൊരു സമാധാന ജീവിതത്തിന്റെ രഹസ്യമാണ്. If I personally interview each and everyone here, all of us, all of you are carrying
some kind of worry or anxiety. ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി ഒന്ന് ഇന്റർവ്യൂ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും തന്നെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഭാരം വഹിക്കുന്നവരായിരിക്കും. But the Bible says, പക്ഷേ വചനം do പറയുന്നു, not be anxious about anything. നിങ്ങൾ ഒന്നിനെ കുറിച്ചും വ്യാകുലപ്പെടരുത്. That is what we should not do. അതാണ് നമ്മൾ ചെയ്യരുതാത്ത കാര്യം. But after that, he tells us what we should do. ആദ്യം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അതിനുശേഷം പറയുന്നു. Next thing what he says is, in every situation, you will go through different situations. In every situation, by prayer and petition, with thanksgiving, present your request to God. എല്ലാറ്റിലും നമ്മൾ ഒത്തിരി അവസ്ഥകളുടെ നമ്മൾ കടന്നു പോകാറുണ്ട്. അങ്ങനെ എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തിന് സമർപ്പിക്കുകയത്ര വേണ്ടത്. Hallelujah. ഹല്ലേലൂയ. We always pray, നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കും, but we forget thanksgiving. നമ്മൾ നന്ദി കരയറ്റാൻ മറന്നു. But always remember this thing. എപ്പോഴും ഇത് ഓർക്കുക, When you offer prayers, നിങ്ങൾ പ്രാർത്ഥന അർപ്പിക്കുമ്പോൾ mix your prayers with thanksgiving for the blessings that we have already received in the past. നിങ്ങൾ ആ അപേക്ഷയോടൊപ്പം പ്രാർത്ഥനയോടൊപ്പം നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിൽ പ്രാപിച്ച നന്മകൾ കൂടെ ചേർത്ത് നന്ദി കരയറ്റിക്കൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Otherwise, you will be a great complaint box. അല്ലെങ്കിൽ നിങ്ങൾ വലിയൊരു പരാതിപ്പെട്ടിയായി മാറും. Many prayer warriors and many great prayer people are just complaint boxes. വലിയ വലിയ പ്രാർത്ഥനാ യോദ്ധാക്കന്മാരും വീരന്മാരും ഒക്കെ വലിയ പരാതിപ്പെട്ടികൾ മാത്രമാണ്. They complain, the Lord, I want this, I want this, I don't have this, I want this. കർത്താവ് എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം, എനിക്ക് ഇതില്ലല്ലോ, എനിക്ക് അതില്ലല്ലോ. But the word of God says, പക്ഷെ വചനം പറയുന്നു, when you pray, mix it with thanksgiving. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രത്തോടുകൂടി നന്ദിയോടുകൂടി അത് അർപ്പിക്കുക. Hallelujah. ഹല്ലേലൂയ. Then verse number 7, what will be the result? 7 അതിന്റെ ഫലം എന്താണ്? And the peace of God, which transcends all understanding, will guard your hearts and your minds in Christ Jesus. അങ്ങനെയെങ്കിൽ സകല അറിവിനെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ക്രിസ്തുയേശുവിൽ കാത്തുകൊള്ളും. Hallelujah. ഹല്ലേലൂയ. Great hallelujah to the Lord. വലിയ ഹല്ലേലൂയ പറഞ്ഞവനെ സ്തുതിച്ചാട്ടെ. Hallelujah. ഹല്ലേലൂയ. How many of you really want to lead a peaceful life? നിങ്ങൾക്ക് എത്ര പേർക്ക് സമാധാനം നിറഞ്ഞ ജീവിതം വേണം? Practice this thing. ഈ കാര്യം ചെയ്താൽ മതി. Hallelujah. Hallelujah. A big problem is coming. ഒരു വലിയ പ്രശ്നം വരുന്നു. Don't make an earthquake. ഒരു ഭൂകമ്പം സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. But instead, പകരം carry the burden, ആ ഭാരം എടുത്തുകൊണ്ട് all the prayer requests എല്ലാ പ്രാർത്ഥനാ to വിഷയങ്ങളുമായി God. ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുക. Hand over the thing ഈ ഭാരം കർത്താവിലേക്ക് കൊടുത്തുകൊണ്ട് to the hands of the Lord. യേശുവിന്റെ കരത്തിലേക്ക് കൊടുക്കുക. And then offer thanksgivings. കൂടെ സ്തോത്രങ്ങളും നന്ദികളും പറയുക. Father, I thank you for giving me health thus far. കർത്താവ് ഇത്രത്തോളം എനിക്ക് ആരോഗ്യം എനിക്ക് ശരീരത്തിൽ തന്നതിനായി നന്ദി. Hallelujah. ഹല്ലേലൂയ. Thank you for the food supply every morning, noon, and in the evening and in the night. കർത്താവേ എല്ലാ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയും എനിക്ക് അങ്ങ് നൽകുന്ന ഭക്ഷണത്തിനായി നന്ദി. Thank you for all the dress that I'm keeping in my wardrobe. കർത്താവേ എൻ്റെ അലമാരയിലുള്ള എല്ലാ ഉടുപ്പുകൾക്കുമായി ഞാൻ നന്ദി പറയുന്നു. Thank you for the money you are giving me. എനിക്ക് തന്ന പണത്തിനായി നന്ദി പറയുന്നു. Thank you for the wonderful supply of oxygen. കർത്താവേ ഓക്സിജൻ എനിക്ക് ധാരാളമായി അങ്ങ് തന്നിരിക്കുന്നു. Thank you for the water I'm drinking. ഞാൻ കുടിക്കുന്ന ജലത്തിനായി നന്ദി. Hallelujah. ഹല്ലേലൂയ. So when you mix prayer requests with thanksgiving, God will take care of everything into your future. നിങ്ങളുടെ പ്രാർത്ഥനയോടുകൂടെ നന്ദികൾ കൂടെ നിങ്ങൾ ചേർത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഭാവിയിൽ വലിയ അനുഗ്രഹങ്ങളെ വീണ്ടും കർത്താവ് നൽകും. Hallelujah. ഹല്ലേലൂയ. This passage is teaching us 5 things. ഈ വേദവചനം 5 കാര്യങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്നു. Number 1, God is our great provider. ഒന്ന്, ദൈവമാണ് സകലത്തിന്റെയും ദാതാവ്. Hallelujah. ഹല്ലേലൂയ. God is our great provider. ദൈവമാണ് സകലവും ധാരാളമായി നമുക്ക് നൽകുന്നത്. Number 2, He gives us a great assurance. രണ്ടാമത് വലിയൊരു ഉറപ്പ് അവൻ നമുക്ക് നൽകുന്നു. He will supply everything for അവൻ us. സകലവും നമുക്ക് നൽകും. He will take care of us. അവൻ കരുതുമെന്ന് പറയുന്നു. Number 3, He has great provision. മൂന്നാമത്തെ അവന്റെ പക്കൽ
ഒത്തിരി നമുക്കുള്ള കാര്യങ്ങളുണ്ട്. He has the greatest godown. He has the greatest warehouse. He has the greatest storehouse. ദൈവത്തിൻ്റെതാണ് ഏറ്റവും വലിയ ഗോഡൗൺ. അവന്റെ കയ്യിൽ നമുക്ക് ആവശ്യമായ സകലവും അവൻ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ട്. Somebody say amen. ഒരു വലിയ ആമേൻ. Hallelujah. ഹല്ലേലൂയ. ഈ അങ്കിളിൻ്റെ പേര് ശ്രീധരൻ എന്നാണ്. തൻ്റെ ഭാര്യയാണ് അടുത്ത് നിൽക്കുന്നത്. ഇവിടെ അടുത്തുനിന്ന് തന്നെയാണ് വരുന്നത്. 6 മാസം മുമ്പ് കർത്താവ് കൊടുത്ത ഒരു സൗഖ്യമാണ് നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. താൻ ഒരു മേശരി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. തന്നെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഏകദേശം ഇത് 1.5 വർഷം മുമ്പ് നടക്കുന്ന സംഭവമാണ്. തന്നെ പെട്ടെന്ന് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. അപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, ശ്വാസക്കുഴലിന് അടവ് സംഭവിച്ചിട്ടുണ്ട്, ഒത്തിരി ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും, ഒത്തിരി പ്രയാസത്തിലൂടെ ചില മാസങ്ങൾ കടന്നു പോകേണ്ടി വന്നു, ഒത്തിരി മരുന്നുകൾ താൻ അതുമൂലം കഴിക്കുവാനിടയായി. അങ്ങനെയാണ് അവർ ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് കേൾക്കുവാൻ ഇടയായി. നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ പ്രാർത്ഥനാ പ്രോഗ്രാം തന്നോട് ആര് പറഞ്ഞു പ്രാർത്ഥനയുണ്ട്, അത് കാണണമെന്ന് പറഞ്ഞ് ഇവർ അത് സ്ഥിരമായി നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ കാണുവാൻ തുടങ്ങി. മാത്രമല്ല നമ്മുടെ എറണാകുളത്തുള്ള കോൾ സെൻറ്ററിലേക്ക് വിളിച്ച് തുടർച്ചയായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ വിഷയത്തെ പ്രതി ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ 2-3 മാസം ഒത്തിരി മരുന്നുകൾ കഴിച്ച് താൻ വല്ലാത്തൊരവസ്ഥയിലൂടെ ഈ അങ്കിൾ പറഞ്ഞത്, ആൻറ്റി പറഞ്ഞത്, താൻ മരണത്തിൻ്റെ വക്കോളം എത്തി. നമുക്കറിയാം ശ്വാസക്കുഴൽ അടഞ്ഞു കഴിഞ്ഞാൽ ശ്വസിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഒത്തിരി വേദനയിലൂടെ ഒത്തിരി നാളുകൾ കടന്നുപോയി. എന്നാൽ നമ്മുടെ പ്രയർ കോൾ സെൻറ്റർ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കോഴഞ്ചേരിയുള്ള ബ്ലെസ്സിങ് സെൻറ്ററിൽ നിങ്ങൾ ഞായറാഴ്ച പോവുക, അവിടെയും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ഇവർ അങ്ങനെ നമ്മുടെ കോഴഞ്ചേരിയിലുള്ള ഇവിടെ വിഷൻ ടവറിലുള്ള നമ്മുടെ ബ്ലെസ്സിങ് സെൻറ്ററിൽ വന്ന് പ്രാർത്ഥിച്ചു. എല്ലാ പ്രാർത്ഥനയിലും മരുന്ന് കഴിച്ചുകൊണ്ട് തന്നെ എല്ലാ പ്രാർത്ഥനയിലും അറ്റൻഡ് ചെയ്ത് കർത്താവ് ചെയ്ത അത്ഭുതം എന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ താൻ ഏകദേശം 6 മാസമായി. ഇപ്പോൾ താൻ മരുന്നിൽ നിന്ന് കർത്താവ് തന്നെ പൂർണ്ണമായി വിടുവിച്ചു എന്ന് മാത്രമല്ല, ഇപ്പോൾ തനിക്ക് ശരിയായ രീതിയിൽ ശ്വസിക്കാൻ പറ്റുന്നുണ്ട്. ഡോക്ടർ വർഷങ്ങളോളം മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇപ്പോൾ താൻ 6 മാസമായിട്ട് താൻ ഒരു മരുന്നും കഴിക്കുന്നില്ല. തനിക്കിപ്പോൾ യാതൊരു പ്രശ്നവുമില്ല. മരുന്ന് ഒന്നും കഴിക്കാതെ തന്നെ കർത്താവ് തൻ്റെ ശ്വാസകോശത്തെ പൂർണ്ണമായി സൗഖ്യമാക്കി. ഇന്ന് ആരോഗ്യത്തോടെ കർത്താവിൻ്റെ സാക്ഷി. ഡോക്ടർ പറഞ്ഞത് ഒത്തിരി പ്രശ്നമാണ്, ജീവൻ വരെ കിട്ടുവാൻ പ്രയാസമാണെന്ന് പറഞ്ഞ സ്ഥാനത്ത് കർത്താവ് ഈ ഫെസ്റ്റിവലിൽ ജീവനോടെ നിന്ന് കർത്താവിനെ സാക്ഷി പറയുവാൻ തക്കവണ്ണം ദൈവം ഉപയോഗിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ബ്ലെസ്സിങ് ടുഡേ പ്രെയർ ഡേയിലേക്ക് പോവുകയാണ്. ജൂൺ മാസം 12-ാം തീയതിയാണ് കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിൽ വെച്ച് ലോകം എമ്പാട് നിന്നുള്ള പ്രാർത്ഥന വിഷയങ്ങൾ കളക്ട് ചെയ്ത് എല്ലാ ശുശ്രൂഷകരും ഒരുമിച്ച് ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത്. അതിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും ജോലിക്ക് വേണ്ടിയൊക്കെയും പ്രാർത്ഥിച്ച ആ പ്രെയറാണ് നിങ്ങൾ ഈ സമയത്ത് കാണാൻ പോകുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ആരുടെ എല്ലാം വിദ്യാഭ്യാസത്തിന് വേണ്ടി നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ടിയാകാം, മറ്റൊരാൾക്ക് വേണ്ടിയാകാം, ജോലിക്ക് വേണ്ടിയോ വിദ്യാഭ്യാസത്തിന് വേണ്ടിയോ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇതിനോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാം. മാത്രമല്ല, അന്ന് നിങ്ങൾ ഇതുപോലുള്ള പ്രാർത്ഥന വിഷയങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതും അന്ന് പ്രാർത്ഥിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. അന്ന് പ്രാർത്ഥിക്കാൻ കഴിയാതിരുന്നവരും നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. Prayer is strength. It is power. It brings answers from the Lord. Stretch your hands towards this box. ഈ പെട്ടിക്ക് നേരെ നിങ്ങൾ കരങ്ങളെ നീട്ടിപ്പിടിച്ചാൽ so many. This is full. ഇതാ നോക്കൂ, ഈ പെട്ടി നിറഞ്ഞിരിക്കുകയാണ്. വിദ്യാഭ്യാസം, ജോലി എന്നുള്ള ഈ പെട്ടി നിറഞ്ഞിരിക്കുകയാണ്. കാരണം അത്രയും പ്രാർത്ഥന വിഷയങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. Especially this time, people are going here and there for admissions. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ അഡ്മിഷന് വേണ്ടി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. Sometimes there is shortage of marks. പലപ്പോഴും മാർക്കിന്റെ കുറവുകൾ ഉണ്ടാകും. Sometimes people have shortage of money to give for admission. പലപ്പോഴും അഡ്മിഷൻ നൽകുവാൻ പണമില്ലായിരിക്കാം. Parents' heart are broken. പലപ്പോഴും മാതാപിതാക്കളുടെ ഹൃദയം നുറുങ്ങിയിരിക്കുന്ന സമയം. Some students commit suicide. ചിലപ്പോൾ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നു. This should not happen anymore.
ഇനി അത് സംഭവിക്കരുത്. Our Heavenly Father is a rich God. നമ്മുടെ സ്വർഗീയ പിതാവ് സമ്പന്നനായ He ദൈവമാണ്. can make vacancies for our children. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒഴിവുകൾ ഉണ്ടാക്കുവാൻ അവന് കഴിയും. Stretch your hands and pray for miracles right now. ഇപ്പോൾ അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും. Father, we pray for education of our students right now. കർത്താവ് ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിനായി പ്രാർത്ഥിക്കുന്നു. We pray for new admissions, Father. പുതിയ അഡ്മിഷനുകൾ ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. We pray that you may give very good courses for them, കർത്താവേ, Lord. നല്ല നല്ല കോഴ്സുകൾ അവർക്ക് ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. Father, in the name of Jesus, we bless the education sector right now. ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. We bless the education ministers, Father. കർത്താവ്, വിദ്യാഭ്യാസ മന്ത്രിമാരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. And everyone who is working in the education department, കർത്താവേ, Father. ആ വിദ്യാഭ്യാസ വകുപ്പിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. We pray for all the education institutions, Father. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. Hallelujah. Hallelujah. And especially we pray for the parents who are struggling for availing or getting their children educated, Father. കർത്താവേ, മാത്രമല്ല കഷ്ടപ്പെടുന്ന മാതാപിതാക്കൾക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ പഠനം നടക്കട്ടെ. Hallelujah. Hallelujah. Bless our children, Father. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. In the name of Jesus, we hand over these prayer requests to your hands, Lord. കർത്താവേ, ഇപ്പോൾ ഈ പ്രാർത്ഥന വിഷയങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ നൽകുന്നു. Hallelujah. Hallelujah. Now let us thank the Lord. നമുക്കിപ്പോൾ കർത്താവിനെ കരങ്ങൾ ഉയർത്തി നന്ദി പറയാം. Everyone. എല്ലാവരും കരങ്ങൾ ഉയർത്തി. Thank you, Jesus, for listening to our prayers. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങ് കേട്ടതിനായി Thank നന്ദി. you, Jesus, for sending answer to every home. കർത്താവേ, എല്ലാ വീടുകളിലേക്കും അങ്ങയുടെ മറുപടി ഇപ്പോൾ അയക്കുന്നതിനായി നന്ദി. Hallelujah. 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 ഇനിയും ഈ പ്രാർത്ഥനാ സമയത്ത് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം, നിങ്ങളുടെ മറ്റുള്ള എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി. ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും. ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അങ്ങ് അത്ഭുതങ്ങൾ അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യങ്ങൾ നടക്കാൻ തുടങ്ങട്ടെ. ബ്രെയിനിലുള്ള തകരാറുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബുദ്ധി കുറവുള്ള ചില കുട്ടികളെ ഓർത്ത്, വിദ്യാർത്ഥികളാണ്, പഠിക്കുന്നുണ്ട്, പക്ഷേ അവരെ ഓർത്ത് വളരെ പ്രയാസപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. കർത്താവെ, അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ബുദ്ധി യേശുവിൻ്റെ നാമത്തിൽ അത് പ്രോഗ്രസ് ചെയ്യട്ടെ, അത് വളരട്ടെ, ഓർമ്മശക്തി വളരട്ടെ, പഠനത്തിൽ അവർ മികവുള്ളവരായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബ്രസ്റ്റിലുള്ള ലംബുകൾ മലീഗ്നൻ്റ് ആകാം, അല്ലാതിരിക്കാം, പക്ഷേ അതിനോർത്ത് പ്രയാസപ്പെടുന്ന സഹോദരിമാർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. അതോടൊപ്പം തന്നെ വളരെ അനാവശ്യമായ ബ്ലീഡിങ് അനുഭവിക്കുന്ന, അതുമൂലം വളരെ തകർന്നിരിക്കുന്ന ചില സഹോദരിമാർ ഈ സമയത്ത് സൗഖ്യമാകുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. വലിയ അത്ഭുതകരമായ സൗഖ്യം ഇപ്പോൾ കർത്താവെ നീ കൊടുക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ഫാദർ. അതുപോലെ അസ്ഥികളുടെ തകരാറുകൾ, ആർത്രൈറ്റിസ്, ജോയിൻറ്റുകളിലുള്ള വേദന, സന്ധിവേദന, ഇതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. ഒവേറിയൻ സിസ്റ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. എല്ലാവിധ ക്യാൻസറുകളും മാറട്ടെ. അതുപോലെ ഗർഭാശയ രോഗങ്ങൾ, ഗർഭാശയത്തിനകത്തുള്ള മുഴകൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹാർട്ടിൻ്റെ തകരാറുകൾ മാറട്ടെ. അലർജികൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കൃഷ്ണൻ എന്നു പേരുള്ള ഒരു സഹോദരൻ അലർജി മൂലം വലിയ പ്രയാസത്തിലാണ്. പലവിധ അലർജികളുണ്ട്. എന്നാൽ യേശു കർത്താവ് ഇന്ന് സൗഖ്യമാക്കിയാണ്. ഇൻ ജീസസ് നെയിം. നിങ്ങളുടെ പ്രയാസങ്ങൾ എന്താണെങ്കിലും കൈനീട്ടി വിടുതലുകൾ സ്വീകരിക്കുക. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി വീണ്ടും ഇന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതകരമായി കുഞ്ഞുങ്ങളെ കൊടുക്കണമേ. കർത്താവ് ജനങ്ങളെ അനുഗ്രഹിച്ചതിനാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വരാൻ മറക്കരുത്. എന്ന് മാത്രമല്ല, വിദ്യാർത്ഥികൾക്ക് വേണ്ടി വളരെ സ്പെഷ്യലായി തയ്യാറാക്കപ്പെട്ട വിന്നേഴ്സ് ഫാക്ടറി എന്ന ഈ പുസ്തകം ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ, മാതാപിതാക്കൾ ഇത് കാണുന്നുണ്ടെങ്കിൽ, ഇന്ന് തന്നെ സ്ക്രീനിലെ നമ്പറിൽ ഓഫീസ് ടൈമിൽ വിളിച്ച് നിങ്ങൾക്ക് ഇത് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്.
ഇതിലൂടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഒത്തിരി അനുഗ്രഹിക്കപ്പെടും. കാരണം വിദഗ്ധന്മാർ, എഡ്യൂക്കേഷനിസ്റ്റ് ഒക്കെ ഇത് നോക്കുകയും പരിശോധിക്കുകയും ചെയ്തവർ വളരെ നല്ല അഭിപ്രായമാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും മാതാപിതാക്കൾക്ക് ഇത് വായിക്കാം, അധ്യാപകർക്ക് വായിക്കാം, വിദ്യാർത്ഥികൾ തീർച്ചയായും വായിച്ചിരിക്കണം. സ്കൂൾ അധികൃതർ, ഏതെങ്കിലും ഹെഡ് മാസ്റ്റേഴ്സോ പ്രിൻസിപ്പൽസോ ഒക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കൂളിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാം. എല്ലാ വിദ്യാർത്ഥികൾക്കും ഓരോ കോപ്പി വീതം നൽകുകയും സ്പെഷ്യൽ കോച്ചിങ് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് കൊടുക്കുകയും ചെയ്യാം. യേശുവിലേക്ക് പുതുതായി വരുന്നവർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഒരു പുസ്തകമാണ് അനന്ത സ്നേഹത്തിൻ്റെ കഥ. ഇത് ഇനിയും കിട്ടിയിട്ടില്ലാത്തവർക്ക് ഇത് ആവശ്യപ്പെടാം. നിങ്ങളുടെ മേൽവിലാസം അയച്ചു തരുമ്പോൾ ഇത് സൗജന്യമായി നിങ്ങളുടെ വീടുകളിൽ തപാൽ മാർഗം എത്തുന്നതായിരിക്കും. അതിലൂടെ കർത്താവ് നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും, ഒരു സുഹൃത്തിനോടോ പരിചയക്കാരനോടോ ഇന്ന് ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുക. തിങ്കൾ മുതൽ വെള്ളി വരെ ഇതേ ചാനലിൽ ഇതേ സമയത്ത് ഈ പ്രോഗ്രാം കാണുവാൻ അവരോട് അഭ്യർത്ഥിക്കുക. നാളെ നമുക്ക് വീണ്ടും ഈ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. ബൈബിൾ ആനുവിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: മനസ്സുള്ള എങ്കിലും എന്നോട് ചോദിച്ചു കൊള്ളുക, നിനക്ക് തരാം എന്ന് ആര് പറഞ്ഞു? Who said that? Ask me whatever you wish and I will grant it. Options: A. ഹെരോദാവ്, B. യേശു, C. ദാവീദ്, D. ശലോമോൻ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC/D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്.